ശാന്തി ശാന്തി. നമുക്കിന്ന് തുടങ്ങാം. ഇന്ന് 8ാമത്തെ ശ്ലോകമാണ്. നമ്മൾ പറഞ്ഞു രാമായണ കഥ വാൽമീകി രചിച്ച രാമന്റെ അയനം രാമായണമാകുന്ന കഥയുടെ സംഗ്രഹിച്ച രൂപമാണ് ശ്രീരാമോദന്തം. അതിൽ 8ാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. 7 വരെ പഠിച്ച ശ്ലോകങ്ങളിൽ നമ്മൾ കണ്ടു രാവണനും സഹോദരന്മാരായ കുംഭകർണനും വിഭീഷണനും കഠിനമായ തപസ് ചെയ്ത് ബ്രഹ്മാവിൽ നിന്ന് വേണ്ട വരങ്ങൾ നേടി. അങ്ങനെ മനുഷ്യരല്ലാതെ ആരും തന്നെ വധിക്കരുതെന്ന് വരം നേടിയ രാവണൻ ഉത്സാഹിച്ച് തന്റെ ശക്തി കൊണ്ടും പ്രഭാവം കൊണ്ടും നേടിയ വരത്തിന്റെ ബലം കൊണ്ടും ഏട്ടനായിട്ടുള്ള വൈശ്രവണനെ തോൽപ്പിച്ച് ലങ്കയും പുഷ്പക വിമാനവും നേടി എന്നാണ് പറഞ്ഞു വന്നത് 8ാമത്തെ ശ്ലോകത്തില്. പിന്നീട് അദ്ദേഹം എന്തു ചെയ്തു? മണ്ഡോദരീമയസുതാം പരിണീയ ദശാനന തസ്യാമുത്പാദയാമാസ മേഘനാദാഹ്വയം സ്തുതം. ഇതാണ് 8ാമത്തെ ശ്ലോകം. മണ്ഡോദരീമയസുതാം പരിണീയ ദശാനന തസ്യാമുത്പാദയാമാസ മേഘനാദാഹ്വയം സ്തുതം. മണ്ഡോദരീം മയസുതാം പരിണീയ ദശാനന തസ്യാം ഉത്പാദയാമാസ മേഘനാദാഹ്വയം സ്തുതം ഇതി പദച്ഛേദ. മണ്ഡോദരീം മയസുതാം പരിണീയ ദശാനന തസ്യാം ഉത്പാദയാമാസ മേഘനാദാഹ്വയം സ്തുതം ഇതി. മണ്ഡോദരീം, മണ്ഡോദരീ നാമ സ്ത്രീ. മണ്ഡോദരീ ഇതി ഏകസ്യാ വനിതായാ നാമ മണ്ഡോദരീ. ഈകാരാന്ത സ്ത്രീലിംഗ ഭവതി മണ്ഡോദരീ നദീ ശബ്ദവത്. ഈകാരാന്ത തസ്യ ഈകാരാന്ത ശബ്ദസ്യ ദ്വിതീയാ വിഭക്തൗ ഏകവചനം ഭവതി മണ്ഡോദരീം. ഈകാരാന്ത സ്ത്രീലിംഗ മണ്ഡോദരീ ശബ്ദ പ്രഥമ മണ്ഡോദരീ മണ്ഡോദര്യൗ മണ്ഡോദര്യ ഇതി. നദീ നദ്യൗ നദ്യ ഇതി വത്. ഹേ മണ്ഡോദരി, ഹേ മണ്ഡോദര്യൗ, ഹേ മണ്ഡോദര്യ. അനന്തരം ദ്വിതീയാ വിഭക്തി ഏവം ഭവതി മണ്ഡോദരീം മണ്ഡോദര്യൗ മണ്ഡോദരീ ഇതി. മണ്ഡോദര്യാ മണ്ഡോദരീഭ്യാം മണ്ഡോദരീഭി മണ്ഡോദര്യൈ മണ്ഡോദരീഭ്യാം മണ്ഡോദരീഭ്യ മണ്ഡോദര്യാ മണ്ഡോദരീഭ്യാം മണ്ഡോദരീഭ്യ മണ്ഡോദര്യാ മണ്ഡോദര്യോ മണ്ഡോദരീനാം മണ്ഡോദര്യാം മണ്ഡോദര്യൗ മണ്ഡോദരീഷു ഇതി പൂർണ്ണരൂപം. മണ്ഡോദരീഷു ഇതി സംഭവതി. മണ്ഡോദരീഷു നദീഷു ഇതി വത്. ഈകാരാന്ത സ്ത്രീലിംഗ. തസ്യ ദ്വിതീയ ഏകവചനം ഭവതി. ദ്വിതീയ വിഭക്തി ഏകവചനം ഭവതി മണ്ഡോദരീം മണ്ഡോദരിയെ എന്നർത്ഥം. ദ്വിതീയക്ക് അതിനോടതിലേക്ക്, ദ്വിതീയക്ക് അതിനെ പുനഃ അതിനോടതിലേക്കെന്നും ദ്വിതീയക്കർത്ഥമായി വരും എന്നതനുസരിച്ച് ദ്വിതീയക്ക് അതിനെ മണ്ഡോദരിയെ എന്നർത്ഥം. ഇവിടെ അതിനോട് അതിലേക്ക് എന്നുകൂടി ദ്വിതീയക്കർത്ഥമുണ്ട്. ഇവിടെ മണ്ഡോദരിയെ എന്നർത്ഥം. മയസുതാം, അടുത്ത വാക്ക് മയസുതാം. ആകാരാന്ത സ്ത്രീലിംഗ ഭവതി മയസുതാ ലതാ ശബ്ദവത്. ലതാ സീതാ ഇതി വത്. മയസുതാ മയസുതേ മയസുതാ. ഹേ മയസുതേ ഹേ മയസുതേ ഹേ മയസുതാ. മയസുതാം മയസുതേ മയസുതാ. മയസുതയാ മയസുതാഭ്യാം മയസുതാഭി
മയസുതായൈ മയസുതാഭ്യം മയസുതാഭ്യ മയസുതായാ മയസുതാഭ്യം മയസുതാഭ്യ മയസുതായാ മയസുതയോ മയസുതാനാം മയസുതായാം മയസുതയോ മയസുതാസു ഇതി ലതാശബ്ദവത്. തസ്യ ദ്വിതീയ വിഭക്തൗ ഏകവചനം ഭവതി മയസുതാം. മയസുതയേ എന്ന് അർത്ഥം. മയസ്യ സുതാ മയസുത. മയൻ എന്ന രാക്ഷസന്റെ പേരിലുള്ള രാക്ഷസന്റെ ആ പേരിൽ അറിയപ്പെടുന്ന രാക്ഷസന്റെ മകളാണ് മയസുത, മണ്ഡോദരി. ആകാരാന്ത സ്ത്രീലിംഗ ശബ്ദത്തിന്റെ ദ്വിതീയ ഏകവചനമാണ് മയസുതാം. മയസുതയായ, അങ്ങനെ ആയവളെ എന്നർത്ഥം. മയന്റെ മകളായവളായ മണ്ഡോദരിയെ, മയസുതയെ എന്നർത്ഥം. ദ്വിതീയയുടെ അർത്ഥം തന്നെ വരുന്നു. പരിണീയ, അടുത്ത വാക്ക്. പരിണീയ എന്നുള്ളത് ല്യബന്ധം അവ്യയമാണ്. ദ്വാന്ത ല്യബന്ധങ്ങൾക്ക് ചെയ്തിട്ട്, കണ്ടിട്ട്, പോയിട്ട് തുടങ്ങിയ അർത്ഥങ്ങൾ. ധാതുവിൽ നിന്നും കുതുവാ ലെപ്പ് പ്രത്യയങ്ങൾ ചേർക്കുമ്പോൾ അത് അവ്യയമായി പരിണമിക്കുകയും അവ്യയമായി കഴിഞ്ഞാൽ പിന്നെ മാറ്റങ്ങളൊന്നുമില്ലാതെ നിലകൊള്ളുകയും ചെയ്യുന്നു. അതാണ് അവ്യയം, മാറ്റമില്ലാത്ത അവ്യയം. ചെയ്തിട്ട്, കണ്ടിട്ട്, പോയിട്ട് തുടങ്ങിയ അർത്ഥങ്ങൾ. പരിണീയ എന്നതിന് പരിണയിച്ചിട്ട്, പരിണയം ചെയ്തിട്ട്, വിവാഹം ചെയ്തിട്ട് എന്നൊക്കെ അർത്ഥം. പരിണീയ ല്യബന്ധം അവ്യം. പരിണീയ പരിണയിച്ചിട്ട്, വിവാഹം ചെയ്തിട്ട്. പരി എന്നുള്ളത് ഉപസർഗമാണ്. ലബന്ധം അവ്യയത്തിൽ എപ്പോഴും ഒരു ഉപസർഗം കൂടെ ഉണ്ടായിരിക്കും. കുദ്വാന്തവും ലബന്ധവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം അതാണ്. കുദ്വാന്തത്തിൽ ഉപസർഗങ്ങൾ നിലകൊള്ളില്ല, ഉണ്ടാവില്ല സാമാന്യമായിട്ട്. ലബന്ധത്തിൽ ഉപസർഗത്തോട് കൂടി മാത്രമേ അതിരിക്കുള്ളൂ. പരി എന്നുള്ളത് ഉപസർഗമാണ്. പരി ഉപസർഗത്തിലുള്ള നീ എന്നുള്ള ധാതുവിൽ നിന്നും ലെപ്പ് പ്രത്യേകം വെച്ച പരിണീയ. ദശാനന, ദശാനന രാവണ ഇതി പ്രസിദ്ധ ഭവതി. ദശ ആനനാനി യസ്യ സ ദശാനന. 10 ആനനങ്ങൾ ഉള്ളവൻ ആരാണോ അവൻ ദശാനന. ദശാനന രാവണ. അകാരാന്ത പുല്ലിംഗം രാമശബ്ദവത് അഥവാ ബാലശബ്ദവത്. ദശാനന, ദശാനനൗ, ദശാനന, ഹേ ദശാനന, ഹേ ദശാനനൗ, ഹേ ദശാനന, ദശാനനം, ദശാനനൗ, ദശാനനാൻ, ദശാനനേന, ദശാനനാഭ്യാം, ദശാനനായി, ദശാനനായ, ദശാനനാഭ്യാം, ദശാനനേഭ്യ, ദശാനനാത്, ദശാനനാഭ്യാം, ദശാനനേഭ്യ, ദശാനനസ്യ, ദശാനനയോ, ദശാനനാനാം, ദശാനനേ, ദശാനനയോ, ദശാനനേഷു ഇതി പൂർണ്ണ സപ്തവിഭക്തിഷു രൂപാണി. ദശാനന ഇതി അകാരാന്ത പുല്ലിംഗ ശബ്ദസ്യ ദശാനന ശബ്ദസ്യ പ്രഥമ വിഭക്തൗ ഏകവചനം രൂപം ഭവതി. ദശാനന രാവണ ഇതി അർത്ഥം. തസ്യാം അനന്തരം പദം തസ്യാം. തസ്യാം ദകാരാന്ത സ്ത്രീലിംഗ സർവനാമ ശബ്ദ. തസ്യ സപ്തമീ വിഭക്തൗ ഏകവചനം ഭവതി. തസ്യാം ദകാരാന്ത പുല്ലിംഗ ശബ്ദം ഭവതി. സഹ തൗ തേ ഇതി. തസ്യ സ്ത്രീലിംഗ രൂപം ഏവം ഭവതി. സാ തേ താ, താം തേ താ, തയാ താഭ്യാം താഭി, തസ്യൈ താഭ്യാം താഭ്യ, തസ്യാ താഭ്യാം താഭ്യ, തസ്യാ തയോ താസാം, തസ്യാം തയോ താസു. അത്ര തസ്യാം തയോ താസു ഇതി സപ്തമി വിഭക്തൗ രൂപാണി. തസ്യ ഏകവചനം ഭവതി. തത്ര ഏകവചനം രൂപം ഭവതി തസ്യാം ഇതി. തസ്യാം ദകാരാന്തമായിട്ടുള്ള തത് ശബ്ദം തത് എന്നായിരിക്കുന്നത് പുല്ലിംഗ, സ്ത്രീലിംഗ, നപുംസകലിംഗങ്ങളിലെല്ലാം അതിന് രൂപമുണ്ട്. ഇതിൽ സ്ത്രീലിംഗത്തിലെ രൂപത്തിലെ സപ്തമി വിഭക്തിയിലെ ഏകവചനമാണ് തസ്യാം എന്നത്.
അവളിൽ എന്ന് അർത്ഥം. സപ്തമിക്ക് അതിങ്കൽ, അതിൽ വെച്ചെന്നും, വിഷയം സപ്തമി മത അല്ലെ, അതിൽ അവളിൽ എന്നൊക്കെ അർത്ഥം. ഇവിടെ സ്ത്രീ ആവുകൊണ്ട് അവളിൽ. സാ എന്നുള്ളതിനർത്ഥം അവൾ എന്നാണ്. നമ്മൾ ഒരാളുടെ പേര് പറഞ്ഞ് കഥയൊക്കെ പറയുമ്പോ അവിടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു, അവളുടെ പേര് സീത എന്നായിരുന്നു, അവൾ അങ്ങനെ ചെയ്തു എന്നെല്ലാം പറയും അല്ലേ. അങ്ങനെ നിർദ്ദേശിക്കുന്നതിനാണ് നമ്മൾ തത്ശബ്ദം ഉപയോഗിക്കുക സാമാന്യമായിട്ട്. അല്ലെങ്കിൽ പ്രസിദ്ധമായിട്ടുള്ള ആ കുട്ടിയില്ലേ, ആ പ്രസിദ്ധയായിട്ടുള്ള സ്ത്രീ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ആ സ്ത്രീ, ആ ആള് എന്നൊക്കെ പറയും. പ്രസിദ്ധാർത്ഥം ഒക്കെ ഉണ്ട്. അങ്ങനെ 2-3 അർത്ഥങ്ങളൊക്കെ തത്ശബ്ദത്തിന് സംഭവിക്കും നമ്മൾ സാമാന്യമായി ഭാഷ ഉപയോഗിക്കുമ്പോൾ. ഇവിടെ തസ്യാം, അപ്പൊ കുറച്ചു മുമ്പ് പറഞ്ഞു അല്ലെ, ഒരാളെ പറഞ്ഞു, ആരെ, മണ്ഡോദരിയെ കുറിച്ച് പറഞ്ഞു. ആ മണ്ഡോദരിയിൽ എന്ന് അർത്ഥം. അവളിൽ എന്ന് പറയുമ്പോ അപ്പൊ തൊട്ടു മുമ്പ് പറഞ്ഞ മണ്ഡോദരിയിൽ എന്ന് അർത്ഥം കിട്ടിക്കൊള്ളും. തസ്യാം ഉത്പാദയാമാസ. ഉത്പാദയത്തെ എന്ന ലട്ട് രൂപമുണ്ട്, ഉത്പാദിപ്പിക്കുന്നു. അതിന്റെ ലിട്ട് രൂപമാണ് ഉത്പാദയാമാസ. ക്രിയാപദാണ്. ഉത്പാദിപ്പിച്ചു, ഉണ്ടാക്കി എന്നൊക്കെ അർത്ഥം. മേഘനാദാഹ്വയം, അടുത്ത വാക്ക് മേഘനാദാഹ്വയം. മേഘനാദാഹ്വയ ഇതി അകാരാന്ത പുല്ലിംഗ രാമ ശബ്ദവത്. തസ്യ ദ്വിതീയ വിഭക്തൗ ഏകവചനം ഭവതി മേഘനാദാഹ്വയം. മേഘനാദ ഇതി ആഹ്വയതേ ഇതി മേഘനാദോഹെ. മേഘനാദ ആഹ്വയ, മേഘനാഥനെന്ന് വിളിക്കുന്നു എന്നാണ് അർത്ഥം. അങ്ങനെയാണ്, മേഘനാഥനെന്ന് വിളിക്കപ്പെടുന്ന എന്നർത്ഥം. മേഘനാഥ ഇതി ആഹ്വയതേ ഇതി മേഘനാദാഹ്വയ. മേഘനാഥനെന്ന് വിളിക്കുന്ന അവനെ മേഘനാദാഹ്വയം. അകാരാന്ത പുല്ലിംഗ രാമശബ്ദവത് മേഘനാദാഹ്വയ, മേഘനാദാഹ്വയോ, മേഘനാദാഹ്വയാ ഇതി പൂർണ്ണരൂപം ഭവതി. പ്രഥമ വിഭക്ത രൂപം ഭവതി. തസ്യ ദ്വിതീയ വിഭക്തി ഏകം ഏവം ഭവതി. മേഘനാദാഹ്വയം, മേഘനാദാഹ്വയോ, മേഘനാദാഹ്വയാൻ ഇതി. രാമം രാമോ രാമാൻ ഇതി വത്. തസ്യ ഏകവചനം ഭവതി മേഘനാദാഹ്വയം. മേഘനാദാഹ്വയം സുതം, സുത പുത്ര, സുതം സുത, സുതോ സുത ഇതി അകാരാന്ത പുല്ലിംഗ. തസ്യ ദ്വിതീയ വിഭക്തൗ ഏകവചനം ഭവതി സുതം മകനെ, സുതം മകനെ. ഏവം സമ്പൂർണ്ണ എല്ലാ വാക്കുകളും നമ്മളിപ്പോ നോക്കി. മണ്ഡോദരി മയസുതാം പരിണീയ ദശാനന തസ്യാം ഉത്പാദയാമാസ മേഘനാദാഹ്വയം സുതം ഇതി. അനന്തരം അന്വയ കഥം. അത്ര ഉത്പാദയാമാസ ഇതി ക്രിയാപദം ഹലോ. ഉത്പാദയാമാസ, ഉത്പാദിപ്പിച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ പൂർണ്ണക്രിയ. പരിണീയ എന്നുള്ളത് പകുതി ക്രിയയാണ് അല്ലെ. 2 സെന്റൻസുകളെ കൂട്ടി യോജിപ്പിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന അർദ്ധക്രിയയാണ് കുദ്വാന്ത ലബന്ധമൊക്കെ. അപ്പൊ അത് പൂർണ്ണക്രിയയല്ല. അപ്പൊ സമ്പൂർണ്ണ ക്രിയ എന്താണ്? ഉത്പാദയാമാസ, ഉത്പാദിപ്പിച്ചു. ക ഉത്പാദയാമാസ അഥവാ കാ ഉത്പാദയാമാസ, ആര് ഉത്പാദിപ്പിച്ചു എന്ന് ചോദ്യം ചോദിക്കുക. അപ്പോ കർത്തരി പ്രയോഗത്തിൽ കർത്താവ് എപ്പോഴും പ്രഥമ വിഭക്തിയിലായിരിക്കും അല്ലെ. ഉത്പാദയാമാസ എന്നുള്ളത് പ്രഥമ പുരുഷൻ ഏകവചനാണ്. ഉത്പാദയാമാസ പ്രഥമ പുരുഷ ഏകവചനം. ലിറ്റിന്റെ പ്രഥമ പുരുഷൻ ഏകവചനാണ് ഉത്പാദയാമാസ. ഉത്പാദയാമാസ, ഉത്പാദയാമാസതു, ഉത്പാദയാമാസു എന്നിങ്ങനെ രൂപം വരും. അപ്പൊ പ്രഥമ പുരുഷനാണ് എന്നതുകൊണ്ട് തത്ശബ്ദവും യുച്ഛബ്ദവും അല്ലെ, അസ്മത് യുഷ്മത് ശബ്ദങ്ങളല്ലാത്ത തത്
തച്ഛബ്ദല്ല, അസ്മത് യുഷ്മത് ശബ്ദങ്ങളല്ലാത്ത അഹം, അവമയം എന്നതും ത്വം, യുവം, യോയും ഒഴിച്ച് ബാക്കി എന്തും വരാം. അപ്പൊ ഇവിടെ എന്താണ് ഇരിക്കുന്നത്? പ്രഥമാ വിഭക്തിയിലെ പ്രഥമ പുരുഷനോട് സംബന്ധിക്കാവുന്ന ഏത് രൂപമാണ് ഇവിടെ ഇരിക്കുന്നത്? ദശാനന. ദശാനൻ, രാവണൻ അല്ലെ? ഏകവചനാണ്, പ്രഥമ പുരുഷനിലുള്ളതാണ്, സംഭവിക്കാവുന്നതാണ് അല്ലെ? ദശാനന ഉത്പാദയാമാസ എന്ന് കിട്ടി. ദശാനനൻ രാവണൻ ഉൽപ്പാദിപ്പിച്ചു. ആരെ ഉൽപ്പാദിപ്പിച്ചു? എവിടെ ഉൽപ്പാദിപ്പിച്ചു എന്നൊക്കെ ചോദ്യം. ആരെ? കം ഉൽപ്പാദയാമാസ. കം, ആരെ? ദ്വിതീയയിലാണ് ചോദ്യം, ഉത്തരം ദ്വിതീയല്ലേ? സുതം ഉത്പാദയാമാസ. ദശാനന സുതം ഉത്പാദയാമാസ. കീദൃശം സുതം? ഏത് മകനെ? മേഘനാദാഹ്വയം സുതം. एवं दशानन मेघनादाह्वयं सुतं उत्पादयामास. कुत्र उत्पादयामास? कस्याम അല്ലെ? എവിടെ ഉൽപ്പാദിപ്പിച്ചു? എവിടെയെന്ന് ചോദിച്ചാലും അതുപോലെ കസ്യാം ഉത്പാദയാമാസ, എവിളിൽ ഉൽപ്പാദിപ്പിച്ചു എന്നൊക്കെ ചോദിച്ചാലും ഉത്തരം സപ്തമിയിലായിരിക്കും അല്ലെ? എവിടെ, അവിടെ എന്ന് പറയുമ്പോ നമ്മൾ വനത്തിൽ എന്നൊക്കെ പറയില്ലേ? അപ്പൊ എവിടെ ഉൽപ്പാദിപ്പിച്ചു എന്ന് ചോദിച്ചാൽ ഉത്തരം കിട്ടും പുത്ര ഉത്പാദയാമാസ. അഥവാ അല്ലെ, കുട്ടിയെ ഉൽപ്പാദിപ്പിക്കുക തീർച്ചയായിട്ടും ഒരു സ്ത്രീയാണ് അവിടെ എന്നതുകൊണ്ട് നമുക്ക് എവിടെ അല്ലെങ്കിൽ കസ്യാം രണ്ടും ചോദിക്കാം. ആരെ ഉൽപ്പാദിപ്പിച്ചു, എവിടെ ഉൽപ്പാദിപ്പിച്ചു അല്ലെ? എവിടെ, ആരിൽ ഉൽപ്പാദിപ്പിച്ചു എന്ന് ചോദിക്കാം. പുത്ര ഉൽപാദയാമാസ അഥവാ കസ്യാം ഉൽപാദയാമാസ. തസ്യാം എന്നുത്തരം അല്ലെ? തസ്യാം സപ്തമിയിലാണ് ഉത്തരം. അപ്പൊ തസ്യാം ഉൽപാദയാമാസ. ഏവം ദശാനന മേഘനാദാഹ്വയം സുതം തസ്യാം ഉത്പാദയാമാസ. കസ്യാം എന്നൊരു ചോദ്യം ഉണ്ട് അല്ലെ? തസ്യാം അവളിൽ എന്ന് പറയുമ്പോ തീർച്ചയായിട്ടും കസ്യാം എവളിൽ എന്ന് ചോദിക്കാം. അപ്പൊ നമുക്ക് ഇവിടെ കണക്ട് ചെയ്യുമ്പോൾ ഉത്തരം കിട്ടും. രണ്ട് സെന്റൻസുകളും കണക്ട് ചെയ്യുമ്പോൾ ഉത്തരം കിട്ടും. കിം കൃത്വ, എന്ത് ചെയ്തിട്ട്, പരിണീയ, വിവാഹം ചെയ്തിട്ട്. ദശാനന പരിണീയ തസ്യാം മേഘനാദാഹ്വയം സുതം ഉത്പാദയാമാസ. കാം പരിണീയ, വിവാഹം കഴിക്കുമ്പോ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കണ്ടേ? ആരെ? സ്ത്രീലിംഗത്തിൽ തന്നെ ചോദിക്കാം അല്ലെ? കാം പരിണീയ മണ്ഡോദരീം പരിണീയ. ദശാനന മണ്ഡോദരീം പരിണീയ തസ്യാം മേഘനാദാഹ്വയം സുതം ഉത്പാദയാമാസ. കീദൃശീം മണ്ഡോദരീം, എങ്ങനെയുള്ള മണ്ഡോദരിയാണ്? മയസുതാം മണ്ഡോദരീം. പൂർണ്ണായില്ലേ ഇപ്പൊ? ദശാനന മയസുതാം മണ്ഡോദരീം പരിണീയ തസ്യാം മേഘനാദാഹ്വയം സുതം ഉത്പാദയാമാസ. വാക്കൊന്നും വിട്ടുപോയിട്ടില്ലല്ലോ, നോക്കാം. മണ്ഡോദരീം മയസുതാം പരിണീയ ദശാനന തസ്യാം ഉത്പാദയാമാസ മേഘനാദാഹ്വയം സുതം. ഇതാണ് പൂർണ്ണ ശ്ലോകം. അപ്പൊ അന്വയം ഇങ്ങനെ: ദശാനന മയസുതാം മണ്ഡോദരീം പരിണീയ തസ്യാം മേഘനാദാഹ്വയം സുതം ഉത്പാദയാമാസ ഇതി അന്വയ. അപ്പൊ എന്താ അർത്ഥം? രാവണൻ, ദശാനന രാവണൻ മയസുതാം മണ്ഡോദരീം, മയന്റെ മകളായിട്ടുള്ള മണ്ഡോദരീം പരിണീയ വിവാഹം ചെയ്തിട്ട് തസ്യാം അവളിൽ മേഘനാദാഹ്വയം സുതം, മേഘനാഥൻ എന്ന് പേരിട്ട് വിളിക്കുന്ന അറിയപ്പെടുന്ന എല്ലാവർക്കും അറിയുന്ന എന്നൊക്കെ അർത്ഥം
സുതം മകനെ ഉൽപാദിപ്പിച്ചു എന്ന് അർത്ഥം. അപ്പൊ ലങ്കയെ നേടി, പുഷ്പവിമാനം നേടി, അതിനുശേഷം അദ്ദേഹം ചെന്ന് മയനോട് പറഞ്ഞ് മയന്റെ മകളായിട്ടുള്ള മണ്ഡോദരിയെ വിവാഹം കഴിച്ച് മേഘനാഥൻ എന്ന പുത്രൻ അദ്ദേഹത്തിന് ഉണ്ടായി എന്ന് അർത്ഥം. ഇങ്ങനെ 8ാമത്തെ ശ്ലോകം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓരോ വാക്കുകളുടെ അർത്ഥവും അന്വയവും എല്ലാം നമ്മൾ കണ്ടു. ഇവിടെ മേഘനാദാഹ്വയം എന്നുള്ളതിന്റെ വിഗ്രഹം ഒന്നുകൂടി പറയാം. മേഘനാദ ഇതി ആഹ്വയതേതി മേഘനാദാഹ്വയ. മേഘനാഥൻ എന്ന് വിളിക്കുന്നു എന്ന് മേഘനാദാഹ്വയം. തം മേഘനാദാഹ്വയം. മേഘനാദ എന്താണ് മേഘനാദ? മേഘസ്യ നാദ ഇവ നാദ യസ്യ സ. മേഘത്തിന്റെ നാദം പോലെ നാദം ആർക്കുണ്ടോ അവൻ. മേഘസ്യ നാദ എന്ന് പറഞ്ഞത് മേഘത്തിന്റെ നാദം അല്ലെ? ആ തൽപുരുഷ സമാസം. മേഘസ്യ നാദ, മേഘത്തിന്റെ നാദത്തിനെ കുറിച്ചല്ലല്ലോ അല്ലെ, ഇവിടെ ഒരാളെ കുറിച്ചാ പറയുന്നത്. മേഘസ്യ നാദ ഇവ നാദ യസ്യ സ. മേഘത്തിന്റെ നാദം പോലെ നാദം ആർക്കുണ്ടോ അവൻ. അവ ബഹുവ്രീഹി. മേഘസ്യ നാദ ഇവ നാദ യസ്യ സ മേഘനാദ. മേഘനാദ ഇതി ആഹ്വയതേതി മേഘനാദാഹ്വയ. മേഘനാഥൻ എന്ന് വിളിക്കുന്നു എന്നത് മേഘനാദാഹ്വയ. തൻ മേഘനാദാഹ്വയം. അവനെ മേഘനാദാഹ്വയനായിട്ടുള്ള ആ പുത്രനെ എന്നർത്ഥം. അങ്ങനെ കംപ്ലീറ്റ് ആയിരിക്കുന്നു. അപ്പൊ നമുക്ക് ഇന്നത്തെ 8ാമത്തെ ശ്ലോകം ഒന്നുകൂടി ചൊല്ലിയിട്ട് നിർത്താം. മണ്ഡോദരി ഉത്പാദയാമാസ മേഘനാദാഹ്വയം സ്തുതം. നമുക്കിവിടെ നിർത്താം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.